അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോണത് DNS സെർവർ. DNS എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ നെയിം സിസ്റ്റം. ഈ ഡൊമെയിൻ നെയിം സിസ്റ്റം സെർവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റും www.gmail.com. ഈ .com എന്ന് പറഞ്ഞാൽ കമേഴ്സ്യൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് പറയാം. അതേപോലെ .org എന്ന് കാണാം, അത് ഓർഗനൈസേഷൻ എന്നുള്ളതിനാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പേരുകളൊക്കെ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേര് എന്താണെന്ന് വെച്ചാൽ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്നാണ്. അപ്പോൾ സെവറൽ DNS സെർവർ കമ്പോണൻസ്, ഒരു ഡൊമെയിൻ നെയിം സിസ്റ്റത്തിൽ ഒരുപാട് നമുക്ക് ഇതുപോലുള്ള ഡൊമെയിൻ നെയിം സെർവർ കമ്പോണൻറ്റുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവണോ, ഇതിൻ്റെ റൂട്ട് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതൊരു വെബ് സെർവർ ഉണ്ടോ ആ വെബ് സെർവർ ഒറിജിനലി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നുമാണ് നമുക്കത് ലഭ്യമാകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കാണാം ഈ .com അതേപോലെ .org ഇതിനെ നമ്മൾ പറയുന്ന പേര് ജനറിക് ടോപ്പ് ലെവൽ ഡൊമെയിൻ എന്നാണ്. അതായത് കൃത്യമായിട്ട് ഒരു വെബ്സൈറ്റ് ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആ വെബ്സൈറ്റ് എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് കൃത്യമായിട്ട് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ചില സമയത്ത് ചില വെബ്സൈറ്റുകളിൽ അവസാനം .uk അല്ലെങ്കിൽ .in അതല്ലെങ്കിൽ .au എന്നിങ്ങനെ കാണാം. അത് കൺട്രി കോഡാണ്. അതായത് ഏത് രാജ്യത്തെയാണ് ഈ സ്ഥാപനം എന്ന് തിരിച്ചറിയുന്നതിന് ആ കൺട്രിയുടെ കോഡ് കൂടി ഇതിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഏതൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഉടൻ തന്നെ അതിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ കാണാം www.yahoo.com അല്ലെങ്കിൽ yahoo.in എന്നൊക്കെ കാണാം. yahoo.com എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ഓർഗനൈസേഷനും yahoo.in എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന അർത്ഥവുമാണ്. അപ്പോൾ ഇതുപോലെ എപ്പോഴും ഏതൊരാളും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾക്ക് വേണ്ട പേരെന്താണെന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ സജസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതേ പേരിൽ വേറെ ആൾക്കാർ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആ വെബ്സൈറ്റിൻ്റെ പേരിനോട് കൂടിയിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സജഷൻസ് പറഞ്ഞു തരും. നമുക്ക് ഇങ്ങനെ ആക്കിയാലോ ആ പേര്, അങ്ങനെ കുറേ സജഷൻസ് തരുമ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ മാത്രമേ ഒരു വെബ്സൈറ്റിൻ്റെ നെയിം നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള പേര് പറഞ്ഞു കഴിയുമ്പോൾ ആ പേര് ഓൾറെഡി വേറെ ആർക്കെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് തരുന്ന ആ സജഷൻസ്, അവർ തരുന്ന കുറേ നിർദ്ദേശങ്ങൾ, കുറേ പേരുകളുണ്ടാവും. അതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ആ ഡൊമെയിൻ നെയിം സിസ്റ്റത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഏതൊരാൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ഏതൊരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ഫുള്ളായിട്ട് ആ വെബ്സൈറ്റിൻ്റെ പേര് നമുക്കറിയണം. അത് കൃത്യമായിരിക്കണം അതിൻ്റെ സ്പെല്ലിങ്. അതല്ലാന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ആ വെബ്സൈറ്റിലേക്ക് കയറാൻ പോലും സാധിക്കില്ല. അടുത്തതായി നമ്മൾ പറയുന്നത് DNS സെർച്ച്, അതായത് ഡൊമെയിൻ നെയിം സിസ്റ്റം സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് മുൻപെപ്പോഴോ നമ്മുടെ സിസ്റ്റത്തിലൂടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ആ വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആ വെബ്സൈറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് നമ്മുടെ അഡ്രസ് ബാറിൽ ബ്രൗസറിൽ ആ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ ആ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേര് ഫുള്ളായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്കതിലേക്ക് ആ പേര് സ്റ്റോർ ആവുള്ളൂ. എന്നാൽ രണ്ടാമതോ അല്ലെങ്കിൽ മൂന്നാമതോ അല്ലെങ്കിൽ പലതവണ ആവർത്തിച്ച് അതേ വെബ്സൈറ്റ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ ആ വെബ്സൈറ്റിൻ്റെ പേര് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്.
അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ആ വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഫുള്ളായിട്ട് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലെ വെബ് ബ്രൗസർ, അതായത് ഗൂഗിൾ ക്രോം ആവാം, മോസില്ല ആവാം, ഏതുമാവാം, ആ വെബ് ബ്രൗസറിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ നമുക്ക് വേണ്ടത് വെച്ചാൽ ആ പേര് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവണേ, ആ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പേര് അവിടെ കയറി വരുന്നു നമുക്ക്. അപ്പോൾ ആ DNS സെർവർ എന്ത് ചെയ്യണു, നമുക്ക് ആ പേര് അവിടെ ഓൾറെഡി ഉള്ളതിനെ എടുത്ത് നമുക്ക് തരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാ, നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്നിട്ട് അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തുണ്ടാവണു, DNS റിസീവർ, അതായത് ആ വെബ്സൈറ്റിൻ്റെ ആ ഹോം പേജ് നമുക്ക് തരുന്നു. അതാരാ തരണത്, നമ്മളുടെ ISP. എന്താണ് ISP? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നിങ്ങൾക്ക് ആരാണോ നെറ്റ് തരുന്നത്, നെറ്റ് ഫെസിലിറ്റി തരുന്നത്, ആ നെറ്റ് ഫെസിലിറ്റി തരുന്നതാണ് ISP എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയിലൂടെ നിങ്ങൾ ഏത് വെബ്സൈറ്റാണോ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വെബ്സൈറ്റ് ഓൾറെഡി നിങ്ങൾ മുൻപ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, മുൻപ് എപ്പോഴും നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നു. അങ്ങനെ ആ ലഭ്യമാകുമ്പോൾ ആ വെബ്സൈറ്റിൽ വരെ എത്തിക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും അതിലെ പേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് അത് നമുക്ക് ഡിസ്പ്ലേയിൽ തരുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ആരാണോ നമുക്ക് തന്നിട്ടുള്ളത് ആ കണക്ഷൻ്റെ സഹായത്തോടെ അത് നമുക്ക് തുറക്കാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞാൽ റിക്കർസീവ് DNS സെർച്ച്. എന്താണ് ഈ റിക്കർസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം? റിക്കർസീവ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് നമുക്ക് വീണ്ടും വീണ്ടും അതേ വെബ്സൈറ്റ് തന്നെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന വാക്കാണ് റിക്കർസീവ് DNS സെർച്ച് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ മുൻപേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സൈറ്റ് തന്നെയാണെങ്കിൽ മാത്രമാണ് ഈ റിക്കർസീവ് DNS സെർച്ച് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും 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 ആ വെബ്സൈറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിലോ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഡൊമെയിൻ നെയിം സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു പ്രതിഭാസം തന്നെയാണ് അത്. ഒരിക്കലും ആരും ആലോചിക്കില്ല. ജസ്റ്റ് നമ്മൾ മൊബൈൽ എടുക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കുന്നു, നമ്മളൊരു വെബ്സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു, ഉടനെ നമുക്കത് കിട്ടുന്നു, ഇത്രയേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഓർക്കേണ്ട കാര്യം ഇതാണ്, എപ്പോഴും കമ്പ്യൂട്ടറിലായാലും മൊബൈലിലായാലും നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു, ആ വെബ്സൈറ്റ് ആദ്യമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇത്തിരി നേരം എടുക്കും, ആ നേരം കഴിയുമ്പോൾ അതവിടെ ഓപ്പണായി വരുന്നതായിട്ട് കാണാം. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും സെയിം വെബ്സൈറ്റിനെ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണമാണ് പറയുന്നത്, നമ്മുടെ ഇവിടെ ഈ വെബ് ബ്രൗസറിൽ നിങ്ങളത് ടൈപ്പ് ചെയ്യുന്നു. ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ കമ്പ്യൂട്ടറാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളത് ടൈപ്പ് ചെയ്യുമ്പോൾ ആ സെർവറിൻ്റെ പേര് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുവെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓൾറെഡി അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗസറിലൂടെ ആ പേര് നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നു. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റിലെ ഫുൾ കണ്ടൻറ്റ് എന്തൊക്കെയാണ് അതിലുള്ള ആ ഓരോ പേജുകളായിട്ട് നമുക്കത് വരണമെങ്കിൽ അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഒരു ഉദാഹരണത്തിന് ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? നമ്മൾ എടുക്കുന്ന ഏത് നെറ്റ് കണക്ഷനും, ഇപ്പോൾ BSNL ആണെങ്കിൽ BSNL, അല്ലെങ്കിൽ വോഡാഫോൺ, അല്ലെങ്കിൽ ഐഡിയ, ഏതാണെങ്കിലും ആ നെറ്റ് ഫെസിലിറ്റി നമുക്കുണ്ടെങ്കിൽ ആ നെറ്റ് ഫെസിലിറ്റിയുടെ സഹായത്തോടെയാണ് നമുക്കത് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മളത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് നമുക്കത് കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ റിക്കർസീവ് DNS സെർച്ചിനെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് ആ വെബ്സൈറ്റിനെ ഉപയോഗിക്കാം. നമുക്കപ്പോൾ ആ വെബ്സൈറ്റിലുള്ള ഡീറ്റെയിൽസ് പിന്നെ എപ്പോൾ വേണമെങ്കിലും, ഇന്നോ നാളെയോ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ആക്സസ് ചെയ്യിക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ആയില്ല, നിങ്ങൾ അടിച്ചു
നോക്കിയിട്ട് ഓപ്പൺ ആയില്ല എങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ഓൾറെഡി നിങ്ങൾ മുൻപ് എടുത്തിട്ടുള്ളത് ഈ വെബ്സൈറ്റ് ആയിരിക്കണമെന്നില്ല. ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിലത് സ്റ്റോർ ആവുകയുള്ളൂ. അല്ലെങ്കിൽ അത് കാണിക്കും ഇങ്ങനൊരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല, നമ്മൾ സെർച്ച് ചെയ്തത് സക്സസ്ഫുൾ അല്ല, തിരഞ്ഞത് അവിടെ ഇല്ല എന്നാണ് കാണിക്കുക.